സുന്ദരമായ രീതിയിൽ ഏത് പ്രേക്ഷകർക്ക് ഏത് തലത്തിലുള്ളവർക്കും ആസ്വദിക്കാം. നല്ല സ്പീഡായിട്ട് ഓരോ സീനും പോകുന്നു. ഫസ്റ്റ് കുഞ്ചാക്കോനെ ആ ക്യാരക്ടർ എൻട്രി സീൻ തന്നെ എല്ലാ ഹെവി ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇലവിഴാമ്പൂഞ്ചിയുടെ ഡയറക്ടറുടെ പടമാണ്. എക്സ്പെഷ്യലി നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ വന്ന് കാണാം. അതിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. നെഗറ്റീവ്സ് ഒന്നും പറയാനായിട്ടില്ല. നമ്മളെപ്പോഴും യൂഷ്വലി കാണുന്ന സിനിമയുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒരു ട്രോമയുള്ളൊരു ഓഫീസർ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഉണ്ടാവും. പക്ഷെ ആ ക്യാരക്ടേഴ്സിന് കുറേ വേരിയേഷൻസ് നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു ബെറ്റർ വേർഷൻ ഇത് നമുക്ക് ഫാമിലിയായിട്ട് വന്ന് കാണുമ്പോൾ ശരിക്കും ഒരു ഫീല് കിട്ടും. അതായത് നമ്മുടെയൊക്കെ ആർക്ക് എന്തൊക്കെ സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അത് ശരിക്കും ചാക്കോച്ചൻ നല്ലപോലെ വർക്കൗട്ട് ചെയ്തു. അടിപൊളി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അടിപൊളി സൂപ്പറാണ്. അതിനൊക്കെ സൂപ്പർ. ജഗദീഷ് ആണെങ്കിലും കുഞ്ചാക്കോവനാണെങ്കിലും കുഞ്ചാക്കോവന് ഇങ്ങനത്തെ റോൾ ചെയ്തിപ്പോൾ എനിക്ക് അറിയില്ല. ഞാൻ അത്ര കൂടുതൽ ഫിലിം കാണുന്ന ഒരാളൊന്നുമല്ല. എന്നാലും സൂപ്പറായി ചെയ്തിട്ടുണ്ട്. സൂപ്പർ. നമുക്ക് ഫാമിലിയായിട്ട് വന്ന് കാണുമ്പോൾ ശരിക്കും ഒരു ഫീല് കിട്ടും. അതായത് നമ്മുടെയൊക്കെ ആർക്ക് എന്തൊക്കെ സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അത് ശരിക്കും ചാക്കോച്ചൻ നല്ലപോലെ വർക്കൗട്ട് ചെയ്തു. ഫൈറ്റ് സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫൈറ്റ് അതോടൊപ്പം തന്നെ ലൈക്ക് ഇതിനകത്ത് DOP ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ഗ്രേഡിംഗ് ഒക്കെ നല്ല രസമുണ്ട്. ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വിഷ്വൽസും കാര്യം ആ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും അല്ല, ഇതിനകത്ത് നല്ല സീരിയസ് റോളാണ്. നല്ല രസമുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. നമ്മൾ 5-ാം വാതിലെ മൂവിയൊക്കെ കാണുന്ന പോലത്തെ ഒരു സാധനമുണ്ട് ഇതിനകത്ത്. എടുത്തു പറയേണ്ട പിന്നെ വൈശാഖ് നടനില്ലേ, പുള്ളി പൊളിച്ച് നല്ല രസമുണ്ട്. പിന്നെ ഡയറക്ടർ സാറ് തന്നെ നല്ലപോലെ അഭിനയിച്ച് നല്ലൊരു റോൾ തന്നെ പുള്ളിയും ചെയ്തു. നല്ല ഏതാ കേട്ടില്ല. പിന്നെ ഡെഫിനറ്റ്ലി അത് ഞാനിപ്പോൾ അത് ഓപ്പണായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്പോയിലർ പോലെ ആവും ചിലപ്പോൾ, അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ അത് ജനറേഷൻ മസ്റ്റായിട്ട് കാണണം. അതിനകത്ത് കുറേ കാര്യങ്ങൾ അങ്ങനത്തെ അവരെ എഫക്റ്റ് ചെയ്യുന്ന സാധനമുണ്ട്. അല്ല നെഗറ്റീവ്സ് ഒന്നും പറയാനായിട്ടില്ല. നമ്മളെപ്പോഴും യൂഷ്വലി കാണുന്ന സിനിമയുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒരു ട്രോമയുള്ളൊരു ഓഫീസർ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഉണ്ടാവും. പക്ഷെ ആ ക്യാരക്ടേഴ്സിന് കുറേ വേരിയേഷൻസ് നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു ബെറ്റർ വേർഷൻ ഇത്. ജെയ്ക്സ് ബിജോയുടെ OST ഭയങ്കര നല്ലതായിരുന്നു. സ്ക്രീൻ പ്ലേ ഭയങ്കര അടിപൊളിയാണ്. ഒരു യൂഷ്വൽ സ്റ്റോറിയിൽ നിന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ഒരുപാട് ഹോളിവുഡ് തൊട്ട് നമ്മളിങ്ങോട്ട് എപ്പോഴും കാണുന്നൊരു പ്ലോട്ടാണ്. പക്ഷെ ആ പ്ലോട്ടിനെക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ നല്ലതാണ്, ഡിറക്ഷൻ നല്ലതാണ്, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫിയും എഡിറ്റിങ്ങും നല്ലതാണ്, നല്ല ലൈറ്റിംഗ് ആണ്. ടെക്നിക്കലി നമ്മൾ മലയാളത്തിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കുഞ്ചാക്കോനെ ആ ക്യാരക്ടർ എൻട്രി സീൻ തന്നെ എല്ലാ ഹെവി ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇലവിഴാമ്പൂഞ്ചിയുടെ ഡയറക്ടറുടെ പടമാണ്. എക്സ്പെഷ്യലി നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ വന്ന് കാണാം. അതിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. എന്താ പറയുക, ഈ പ്രസൻറ്റ് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് പോകുന്നത്. ഒരു സൈക്കോളജിക്കൽ ഫാമിലി ത്രില്ലർ എന്ന് തന്നെ പറയാൻ പറ്റും. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ജെയ്ക്സ് ബിജോയ് നിങ്ങളൊരു സംഭവം തന്നെയാണ്. പടത്തിന് ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ പടം പിടിച്ചിട്ടുണ്ട്. ഒന്നും പറയാല്ല. വില്ലന്മാരെ പണി മൂവി കണ്ടിട്ടില്ലേ, അതിൻ്റെ വേറൊരു ലെവൽ ഐറ്റമാണ്. ഒന്നും പറയാല്ല. മസ്റ്റ് വാച്ച് തിയേറ്റർ ഐറ്റം. ഗംഭീരമായ പോലീസ് വേഷമാണ്. സാധാരണ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും പറയും നമ്മളിത് വ്യത്യസ്തമായ ഒരു നായകനാണെന്നൊക്കെ. പക്ഷേ ഇതിൽ ശരിക്കും ആ ഒരു വ്യത്യസ്തത കുഞ്ചാക്കോൻ്റെ പെർഫോമൻസിൽ കാണാൻ പറ്റി. അത് സിനിമയിൽ തന്നെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, പണ്ടത്തെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നല്ലോ. അതിൽ നിന്ന് ഭയങ്കരമായിട്ട് കുഞ്ചാക്കോ മാറിയിട്ട് ഈ പെർഫോമൻസിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തിരക്കഥ, നമുക്കറിയാം ഷാഹി കബീർ അതിശക്തമായ തിരക്കഥകൾ എഴുതുന്ന ആളാണ്. പിന്നെ മാർട്ടിൻ ബ്രക്കാട്ടാണെങ്കിൽ വ്യത്യസ്തമായ പോലീസ് സ്റ്റോറികൾ ചെയ്യുന്ന ആളാണ്. ഇരട്ടയാണെങ്കിൽ നായാട്ടാണെങ്കിലും. പക്ഷേ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇതിൽ നിന്നൊക്കെ മാറി ഒരു പ്രസക്തമായ സബ്ജക്റ്റ് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലി സ്റ്റോറി, ത്രില്ലർ സ്റ്റോറിയും ബാലൻസ് ചെയ്തിരിക്കുന്ന പോലുള്ള എഴുത്താണ്. പിന്നെ ജെയ്ക്സ് ബിജിയുടെ BGM, ഒരു ത്രില്ലർ പടത്തിന് എങ്ങനെയാണ് വേണ്ടതെന്ന് അറിഞ്ഞു കൊടുത്ത BGM, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട രീതിയിൽ അതിൻ്റെ മൊത്തത്തിലുള്ള ടെക്നിക്കൽ സൈഡ് എല്ലാവരും, ഇപ്പോൾ ക്യാമറ വർക്കാണെങ്കിൽ എല്ലാവരും. പിന്നെ ജീത്തു അഷ്റഫ് അദ്ദേഹത്തിന് ഒരു ഫസ്റ്റ് പടമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള അതിഗംഭീരമായ മേക്കിംഗ് ആണ്, ഡയറക്ഷനാണ്. മൊത്തത്തിൽ നോക്കിയാൽ കുഞ്ചാക്കോൻ ഞെട്ടിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു രേഖാചിത്രം കഴിഞ്ഞ് ഇനി ഇതായിരിക്കും നമ്മുടെ തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കാമെന്ന അടുത്തൊരു വലിയ ഹിറ്റിലേക്ക് ഉദിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ടീം ഓഫീസർ ഓൺ ഡ്യൂട്ടി. സുന്ദരമായ രീതിയിൽ ഏത് പ്രേക്ഷകർക്ക് ഏത് തലത്തിലുള്ളവർക്കും ആസ്വദിക്കാം. നല്ല സ്പീഡായിട്ട് ഓരോ സീനും പോകുന്നു. കുഞ്ചാക്കോവിൻ്റെ ഏറ്റവും പീക്ക് നമ്മളെ ബൊഹേമിലേക്ക് കണ്ടപ്പോൾ പുള്ളി ഒരു ഭേദമാണെന്ന് തോന്നുന്നത്. പക്ഷേ ഇതിൽ പുള്ളി കരക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്ര റഫ് ഒരു പോലീസുകാരനായിട്ട് പുള്ളി മാറി. എന്ന് വെച്ചാൽ പുള്ളിയുടെ റേഞ്ചേ മാറിയിട്ടുണ്ട് കുഞ്ചാക്കോവൻ്റെ. കുഞ്ചാക്കോവനെ കൊണ്ടാണ് പടം മുഴുവൻ പോകുന്നത്. കരക്കിയിട്ടുണ്ട്. പിന്നെ ജെയ്ക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിൽ സിനിമയ്ക്ക് അത് അത്യാവശ്യം വരുന്ന പിടിക്കിയിട്ടുണ്ട് ജെയ്ക്സ്. പടം ഒരു ഫുൾ ത്രില്ലിംഗ് മൂവി, ഒരു ഡാർക്ക് മൂവി ത്രില്ലിംഗ്, അടിപൊളി പടം, കിടുപ്പൻ. ഇതുവരെ കാണാത്തൊരു ചാക്കോച്ചൻ നെട്ടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ ടോട്ടലി നെട്ടിച്ചു കളഞ്ഞു. ഇതുവരെ എങ്ങനെ ചാക്കോച്ചൻ്റെ ഒരു പടം കണ്ടില്ല. അത്രയും നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും, സ്റ്റോറി കൊണ്ടും മേക്കിംഗ് കൊണ്ടും
ആക്ഷൻ കൊണ്ടും ഫൈറ്റും എല്ലാം കൊണ്ടും നെട്ടിച്ചു. ഒരു രക്ഷയില്ല, സൂപ്പർ പടം. ടോട്ടലി അനുസരിച്ചായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ലോണം ഇമോഷണലി കണക്ട് ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറേ കൂടി കൊമേഴ്ഷ്യലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. എവറിത്തിങ് ഫൈൻ. അല്ല, പടം തുടങ്ങുന്നത് തന്നെ ഒരു അങ്ങനെയല്ല, സാധാരണ കാണുന്ന സിനിമകളിൽ വ്യത്യസ്തമായി ഇമോഷണലി കണക്ട് ചെയ്ത് ഹുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലും ഈ പറഞ്ഞ ബഹളങ്ങളൊന്നും ഇല്ലാതെ വളരെ വൃത്തിയായിട്ട് നല്ല വന്നിട്ടുണ്ട്.